ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷൈമ. ഞാൻ കോട്ടയത്തു നിന്ന് കുടമാളൂർ പള്ളി ഇടവാംഗമാണ്. എൻ്റെ മോനാണിത്. ഈ മോന് വേണ്ടി 2023 ഫെബ്രുവരി 18 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം എൻ്റെ കാര്യം നടന്നു. മോന് +2 കഴിഞ്ഞ് കാനഡയിൽ പഠിക്കാൻ പോയതായിരുന്നു. അവിടെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് വക്കീലിനെ കണ്ട് ജോലി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പം മോന് ഒരു കനേഡിയൻ കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷേ അത് PR-നെ സപ്പോർട്ട് ചെയ്യുന്നതല്ലായിരുന്നു. അന്നേരം ഞാനിവിടെ ഉടമ്പടി എടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പം ഈ മോൻ ചെയ്യുന്ന ജോലി അവിടുത്തെ ഗവൺമെൻറ് തന്നെ PR-ന് സപ്പോർട്ട് ചെയ്യുന്നതാക്കി. അന്നാണ് അത് ആദ്യമായിട്ടാക്കുന്നത്. അപ്പം മോനത് അവിടുത്തെ മാനേജരോട് ചോദിച്ചു. സായിപ്പന്മാർ സമ്മതിക്കത്തില്ല നമുക്ക് PR ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവരൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ കമ്പനിയിൽ മൊത്തം ആലോചിക്കാതെ ഒന്നും പറയത്തില്ല. അങ്ങനെ ഇവനോട് ചോദിച്ചു, നിനക്ക് എന്താ ചെയ്ത് തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു. അന്നേരം അവർക്കറിയില്ല എങ്ങനെ ചെയ്യുന്നത്, ഇവരാർക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനത് ചെയ്ത് കൊടുത്തു കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം കഴിയണം അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് PR-ന് വെക്കാനായിട്ട്. അപ്പം മോന് 2 വർഷം ജോലി ആയില്ലായിരുന്നു. അപ്പം ഇവൻ ട്രെയിനിങ്ങിന് കയറിയ കാലം മുതൽ ഉള്ളത് തന്നെ അവർ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇവന് PR-ന് വെച്ചു. അപ്പം ഇവൻ്റെ PR ഇപ്പം അവിടെ ഭയങ്കര പോയിൻ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് ഇവൻ്റെ ഈ ജോലിയുടെ സമയം തീരാറായിട്ടും PR ആയില്ലായിരുന്നു. അപ്പം ഇനി പുതിയ നിയമം വന്നു. ചില ജോലികൾക്ക് മാത്രമേ അവരിനി PR കൊടുക്കുള്ളൂ. ഒന്നെങ്കിൽ ഹെൽത്ത് കെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ജോലി ആയിരിക്കണം എന്ന കമ്പനിയിൽ. അപ്പോൾ ഈ മോനിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. അന്നേരം 4ാമത്തെ ഉടമ്പടിയിലാണ് മോനിത് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ നിയോഗം വെച്ചിരുന്നു. അന്നേരം മോന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർ ഭയങ്കര പൈസകൾ ചോദിക്കുമായിരുന്നേ ഈ ജോലിക്ക് വേണ്ടി. അന്നേരം അങ്ങനെ പൈസ ഞാൻ ആദ്യത്തെ പറഞ്ഞത് പൈസ കൊടുക്കാതെ തന്നെയാണ് നമുക്ക് ആ ജോലി കിട്ടിയതും ഇവന് PR-ന് വെച്ചതുവേ. അന്നേരം ഇവർ ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ ആൾ പറഞ്ഞു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു. മോനത് അവർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവന് ആ ജോലി കിട്ടി. ഇപ്പോൾ അവൻ എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ മോൻ വരണമായിരുന്നു. മോന് ആ ജോലി കിട്ടി. അപ്പം ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആഗ്രഹിച്ചു, മോനെ ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട്, മാതാവേ അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ടിക്കറ്റ് കുറച്ച് തരണേന്ന്. അപ്പം തന്നെ ഒരു ടിക്കറ്റ് അവന് ഇങ്ങോട്ടുള്ളത് മാത്രം കുറച്ച് കണ്ടു. എന്നിട്ട് അവനത് വന്നിരിക്കുന്നു. ഇപ്പം നാളെ കഴിഞ്ഞ് ഇവൻ തിരിച്ചു പോവുകയാണ്. എനിക്കൊരു മാതാവ് സ്വപ്നത്തിൽ ഒരു 7 നമ്പർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത്. എല്ലാം എൻ്റെ 6-7 ദിവസങ്ങളിലായിട്ട് നടത്തുവാണ്. ഇവൻ 7-ാം തീയതിയാണ് ഇപ്പം ടിക്കറ്റ് കിട്ടിയത് പോകാനായിട്ട്. പിന്നെ 2ാമത്തെ ജോലി എന്ന് പറഞ്ഞ് അതിലേക്കും 6 എന്നുള്ള ആ ഡേറ്റിലാണ് വന്നത്. അതിനുള്ള വിസ വെച്ചതും 6-7 അതിത് വന്നത്. അങ്ങനെ എന്നോട് മാതാവ് പറഞ്ഞത് 7 പ്രാവശ്യം നീ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും 7 പ്രാവശ്യം ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാതാവിന് എനിക്ക് എപ്പോഴും ഈ മണം വരുന്നുണ്ട്. ഇപ്പം ഇവിടെ രാവിലെ വന്നപ്പോഴും അവിടെ പോയി നിന്നപ്പം മാതാവിൻ്റെ നല്ല മുല്ലപ്പൂ മണം എൻ്റെ അടുത്തുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം മാതാവിനെ സ്വപ്നം കണ്ടു. മാതാവ് എന്നെ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. കുറേ ദൂരം എന്നെ ചുമന്ന് നടന്നിട്ട് തിരുക്കുമാരൻ ഈ വശത്തും എന്നെ ഇവിടെയുമാണ് കിടത്തിയത്. എന്നിട്ട് എന്നെ കൊണ്ടുപോയി താഴെ നിർത്തിയിട്ട് പോയി. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഞാൻ 3ാമത് ഇവിടെ വന്നപ്പം മാതാവിനെ എടുക്കാൻ എനിക്ക് കൃപ തന്നു. പിന്നെ അത് കഴിഞ്ഞ് 4ാമത്തെ പുതുക്കിയപ്പം ചന്ദനത്തിരി തന്നു. 5ാമത് പുതുക്കിയപ്പം ഈ മാതാവിനെ പിന്നെ എടുക്കാൻ തന്നു. അന്ന് ഞാൻ 20-ാം തീയതി വന്നാണ് ഈ മോൻ്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞത്. 2ാമത്തെ വിസയുടെ
വർക്ക് പെർമിറ്റിൻ്റെ കാര്യം 21-ാം തീയതി തന്നെ മാതാവ് അത് ചെയ്തു തന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഇവന് വർക്ക് പെർമിറ്റ് കിട്ടി, തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത് എൻ്റെ കണ്ണിൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഈ 2 കണ്ണിലും 16,500 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്നേരം ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. രണ്ടാമത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പിന് എല്ലാം പറഞ്ഞു. ആ ഡോക്ടർ നോക്കുമ്പം എൻ്റെ ഈ കണ്ണിൽ കൂടെ കാണുന്നത് ഞാൻ മാതാവിനെയാണ്, കൃപാസന മാതാവിനെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ 2-3 പ്രാവശ്യം നോക്കും. അപ്പം മാതാവ് എൻ്റെ കണ്ണിൽ വരും, ഇവർക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഒന്നും കൂടെ. അപ്പോൾ രണ്ടാമത് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ല, കണ്ണിന് ഇഞ്ചക്ഷനും എടുക്കണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കണ്ണാടി പോലും കുറിച്ച് തന്നില്ല. ഇപ്പം ഞാൻ ഇതിവിടെ എഴുതിയത് പോലും മരുന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് 2 വർഷമായി. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ കിട്ടിയ ഒരു അനുഗ്രഹം, രണ്ടാമത് എഴുതിയ അനുഗ്രഹമായിരുന്നു അത്. പിന്നെ 3-ാമത് ഞാൻ ഉടമ്പടി പുതിയപ്പം ഞങ്ങളുടെ സ്ഥലം ഒന്ന് വിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചൻ ഇങ്ങനെ ഒരു ആരാണ്ടോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. അന്നേരം തന്നെ ആ സ്ഥലം ഞാൻ എടുത്തോളാം, വേറെ ആരെയും ഞങ്ങൾ കാണിച്ചില്ല, ആളിങ്ങോട്ട് വരുമായിരുന്നു. അത് ഈ ജൂലൈയിൽ ഞാൻ അഡ്വാൻസ് തരാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ചോദിക്കുന്ന മിക്ക കാര്യങ്ങളും മാതാവ് എനിക്ക് തരുന്ന ഉടമ്പടിയിൽ വയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങളും നടത്തി തരുന്നു. രണ്ടാമത്തെ മോനും വേറെ അനുഗ്രഹമുണ്ട്, അവനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവന് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇവന് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും പത്രം മേടിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യിക്കും. മെഡിക്കൽ കോളേജിലാണ് കൂടുതലും പോകുന്നത്. അവിടെ അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോൾ അവരെയൊക്കെ ഞാൻ എൻ്റെ പേഴ്സിൽ പൈസ ഉണ്ടോ എന്ന് പോലും നോക്കാതെ ഞാൻ എല്ലാം വാരിയവർക്ക് കൊടുക്കും. പലർക്കും കൊടുത്തേച്ച് പിന്നെ ഞാൻ തിരിച്ച് നടന്നു വരും. അങ്ങനെ ഒരു ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊണ്ട് ആ ഹോസ്പിറ്റലിൽ കൊടുക്കും. കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് എനിക്കൊരു പരിചയമില്ലാത്തവരായിരിക്കും, അവരിങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പാത്രങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികൾ. പിന്നെ എല്ലാ അനാഥാലയത്തിലും 2-3 മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുണ്ടേ, അവിടെ എല്ലാം ഞാൻ കൊണ്ട് പൈസ കൊടുക്കും എല്ലാ മാസവും. പിന്നെ മുണ്ടക്കയത്തൊരു മാനസിക രോഗികളുണ്ട്, അവിടെയും ഞാൻ ഇവൻ്റെ ശമ്പളത്തിൽ നിന്ന് അവിടെ കൊടുക്കുന്നത് എല്ലാ മാസവും കൊടുക്കും. എനിക്ക് ഒരാഴ്ചയിൽ കാര്യപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഭയങ്കര മനപ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും ആരെങ്കിലും എൻ്റെ മുമ്പിൽ വരും ചെയ്തു കൊടുക്കും. പിന്നെ കുർബാന ഉടമ്പടിയിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും കുർബാന കാണാറുണ്ട്. പിന്നെ ബൈബിൾ എല്ലാം ദിവസം വായിക്കുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, എല്ലാ കാര്യങ്ങളും ഉടമ്പടി പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് മനസ്സിലാക്കിയിട്ടുന്ന പോലെ ഒരു ദിവസം 15 ദിവസം അതിനകം കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി പറയുന്നു. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഷൈമ മാത്യു എന്ന ഈ സഹോദരി മകനോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ആദ്യത്തേത് മകന് കാനഡയിൽ പോകുവാൻ വേണ്ടിയുള്ള പ്രോസസ്സ് നടന്ന സമയത്താണ് അമ്മ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. സഹോദരി സൂചിപ്പിച്ചു, 15 ദിവസങ്ങൾക്കുള്ളിൽ അവന് വേഗത്തിൽ കാനഡയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അവിടുത്തെ പഠനം നന്നായി പൂർത്തീകരിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അത് PR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലി അല്ലായിരുന്നു, അത് അമ്മയുടെ പ്രത്യേകമുള്ള നിയോഗമായിരുന്നു. അവന് അവിടെ തുടരുവാനും ജോലി സുരക്ഷിതമാകുവാനും ജീവിതം സുരക്ഷിതമാകുവാനും വഴി ഒരുങ്ങിക്കിട്ടണമെന്ന് സഹോദരി പറയുന്നുണ്ട്. ഉടമ്പടി പുതുക്കി നിയോഗം വയ്ക്കുമ്പോൾ മകന് PR ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ശരിയാകുവാൻ വേണ്ടി നിയോഗം വെച്ചിരുന്നു. പിന്നീടാണ് മകൻ ചെയ്തിരുന്ന ആ ജോലി PR-നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഗവൺമെൻറ് തന്നെ അപ്ഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് അവൻ ജോലി ചെയ്തിരുന്ന കമ്പനി അവന് അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ തയ്യാറായി. വലിയൊരു പ്രതിസന്ധി പോലെ ഒത്തിരി ലക്ഷങ്ങൾ മുടക്കി അവിടെ പഠനത്തിനും
ജോലിക്കും ജീവിതത്തിനും ചെന്നിട്ട് പാതവഴിയിൽ എല്ലാം അത് മങ്ങിപ്പോകുമോ, തിരികെ പോരേണ്ടി വരുമോ എന്ന് വഴിമുട്ടിയ ഒരവസരത്തിലാണ് അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും അമ്മ മാതാവ് ഓരോ തടസ്സവും കൃത്യമായി മാറ്റിക്കൊടുത്തുകൊണ്ട് മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാകും വിധം എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നത്. മകനതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതോടൊപ്പം അമ്മയിലൂടെ ലഭിച്ച ഈ സംരക്ഷണം തുടർന്നും ജീവിതത്തിൽ ശക്തിയോടുകൂടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അവൻ തീർത്ഥാടക ഉടമ്പടി എടുത്ത് അവനും ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ ഉടനടി പരിഹാരത്തിൻ്റെ വിഷയങ്ങളാണ് ശരിക്കും ഇന്ന് സഹോദരി ഇവിടെ അൾത്താരയിൽ പങ്കുവെച്ചതെല്ലാം. വെക്കുന്ന നിയോഗങ്ങളൊക്കെ അപ്പോൾ അമ്മ മാതാവ് പരിഹരിച്ചു കൊടുക്കുകയും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്ത വിഷയങ്ങളാണ് അമ്മ സംസാരിച്ചത്. ഇനി അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയെടുത്ത നാൾ മുതൽ സഹോദരിയുടെ കാരുണ്യ പ്രവൃത്തികളിലുള്ള ഒരു വ്യത്യാസമാണ്. കയ്യിലുള്ളത് മുഴുവനും കൊടുക്കുവാൻ എപ്പോഴും താല്പര്യം കാണിക്കുകയും അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞാൽ അപ്പോൾ കയ്യിലില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ അത് നിവർത്തിച്ച് കൊടുക്കുന്ന വിധത്തിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ആത്മാവ് തനിക്കുണ്ടെന്ന്, തനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ശരിക്കും ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. സഹോദരി പറഞ്ഞ അവസാനം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഓരോ ഇടങ്ങളിലേക്കും തനിക്ക് ലഭിക്കുന്നതൊക്കെയും ദാനം ചെയ്യുവാൻ, തിരികെ നടന്നു പോരേണ്ടി വന്നാൽ കൂടിയും അവസാന ചില്ലിത്തൊട്ടും അത് ദൈവസ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ കൊടുത്തുകൊണ്ട് എൻ്റെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് എനിക്കതിനെ അടിത്തറ ഉറപ്പിക്കാമോ, ദൈവത്തോട് എനിക്ക് ചോദിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളെ എനിക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ സാധിക്കുമോ, അത്ര കണ്ട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു. അത് ബോധപൂർവമുള്ള ശ്രമമല്ല, ദൈവസ്നേഹത്താൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ രീതിയാണ്. ഉടമ്പടി നമ്മളെ അങ്ങനെയാണ് ക്വാളിറ്റിയുള്ള മനുഷ്യരാക്കി മാറ്റുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകാതെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ, നമുക്ക് വേണ്ടി മാത്രം സ്വരുക്കൂട്ടുന്നവരാകാതെ, അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിതം കൊടുക്കുവാൻ, ഉള്ളതിൻ്റെ ഒരു നല്ല പങ്ക് കൊടുക്കുവാൻ, സ്നേഹത്തോടു കൂടി പെരുമാറുവാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നുവെന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ഈശോ നമുക്ക് കൽപ്പിച്ചു തന്ന കൽപ്പനയും അത് തന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. വാക്കുകൊണ്ടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ജീവിതം പകുത്തു നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നന്മയായി ലഭിക്കുന്നുവോ അത് പകുത്തു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴൊക്കെയും നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുക, അവൻ്റെ മുഖമായാണ് ജീവിക്കുക. അതാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സന്ദേശവും ജീവിത ദർശനവും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ഒരു മേഖലയാണ് കാരുണ്യ പ്രവൃത്തികൾ. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ എന്നും ആലോചന ചെയ്യണം, എനിക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുവാനല്ല, മറിച്ച് എനിക്ക് തന്നെ ഏറ്റവും ഉപകാരമുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാൻ വളരുമ്പോൾ, ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരം ഉറപ്പുള്ളതാവുകയാണ്. അതുപോലെ തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തോട് വിശ്വസ്തതയുള്ളൊരു ബന്ധം സൂക്ഷിക്കുക, വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ബലഹീനതകളിൽ നിന്ന് പിന്മാറുക, നല്ല കുമ്പസാരത്തിലൂടെ ആത്മാവിനെ എപ്പോഴും ദൈവസന്നിധിയിൽ ക്രിസ്റ്റൽ ക്ലിയറായി കൊടുത്തുകൊണ്ടിരിക്കുക. അത് ചോദിക്കുന്നതൊക്കെയും ദൈവത്തിന് വേഗം അനുവദിച്ചു തരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനുള്ള കാരണമായി തീരും. അമ്മ മാതാവ് ആ പുതിയ ജീവിതത്തിലേക്ക്, നിത്യതയെ എത്രയും വേഗം ജീവിതത്തിന് സ്വന്തമാകുന്ന നിത്യതയുടെ അനുഭവങ്ങൾ, അത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്, സ്നേഹത്തിൻ്റെ അനുഭവമാണ്, സമാധാനത്തിൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് നമ്മളെ ഈ ലോകത്തിൽ തന്നെ ചുവടുവെപ്പിക്കുവാൻ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നത്. നമുക്കതുകൊണ്ട് ഉടമ്പടി ജീവിതം കുറേ കൂടി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കാം. എന്താണോ അതിൻ്റെ നിബന്ധനകൾ, അവയിൽ സന്തോഷത്തോടെ വ്യാപരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വലിയ കാര്യങ്ങൾ നിസ്സാരമായി സമയച്ചുരുക്കത്തിൽ ഈ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തരുന്നത് നമുക്കതുവഴി കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.